എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ, എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യ ബിന്ദു മേനോൻ. ഈ തള്ളയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? വാളകത്തെ വീട്ടിലെ കിടപ്പുമുറിയിൽ അരുതാത്ത സാഹചര്യത്തിൽ ഗണേഷിനെ കണ്ടുവെന്നും ഞാൻ കണ്ടതാ, ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചുവെന്നും ബിന്ദു മേനോൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പോലീസിനെ വിളിച്ചിട്ടും ഇടപെടാൻ തയ്യാറായില്ലെന്നും യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലരും തികട്ടി വരും. എല്ലാം മുഖ്യമന്ത്രിയുടെ മകളോട് പറഞ്ഞിരുന്നുവെന്നും ബിന്ദു പറയുന്നു. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം തള്ളി ഗണേഷ് രംഗത്ത് വന്നതോടെയാണ് ഭാര്യയുടെ തുറന്നു പറച്ച്. അത് പാലക്കാട്ട് നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് വിചാരിച്ചാൽ മതി. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട്. പെരിയവനെ പ്രയോഗിക്കും മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്. ഓൺലി വിഷ്വൽ ഇമ്പാക്ട്. ഈ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ പരപുരുഷ ബന്ധം, അവിഹിത ഗർഭം, അനാശാസ്യ നടപടി, പീഡനം ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ ഇക്കാലത്ത് യാതൊരു പ്രയാസവുമില്ല. ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിന് എന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ വേണ്ട അഭ്യാസം നടക്കണ്ട. മലയാള മാതൃഭൂമി പത്രം നടത്തിയ സർവേയിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് എന്നെ തെരഞ്ഞെടുത്തത് ജനങ്ങളാണ്. നല്ല വസ്ത്രം കേട്ടിട്ട് വഷളത്തരം തന്നെയാണേ പറയണത്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഞാൻ ചെയ്യുന്ന ജോലി, എന്റെ സത്യസന്ധതയുള്ള വിശ്വാസം. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അവന്റെ സത്യസന്ധതയും അവന്റെ അഴിമതിരഹിതമായ ഭരണവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലുമാണ്. അവൻ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകപ്പാടെ ഒരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു അവന്റെ മുഖത്ത്. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത്, പൈസ കൊടുത്ത് രാഷ്ട്രീയം, ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് BJP പങ്കാളിയാണ്. രാഷ്ട്രീയമായി ഇത് ഒരു കാര്യം ഞാൻ പറയാം, പത്തനാപുരത്തെ നിയമമണ്ഡലത്തിൽ ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. ആരാണ് ഗണേഷ് കുമാർ എന്നറിയില്ല, വെറും സിനിമാ നടനും ബാലേഷുള്ള സാറിന്റെ മോനാണെന്ന് മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തനാപുരത്ത് എന്റെ മത്സരിക്കുമ്പോൾ ഇതെന്തിനാ എന്റെ അടുത്ത് പറയുന്നതെന്ന് മനസ്സിലാവാറില്ല. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. ലുക്കുണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. അതോ ഗതി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.